ഹലോ മൈ ഫ്രണ്ട്സ്, തമിഴിൽ കണ്ട പോലെ തന്നെ ഞാനിപ്പോൾ മലേഷ്യയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങളെങ്ങനെ മലേഷ്യയിലേക്ക് പോയി എന്നതിൻ്റെ ഒരു ചെറിയ ട്രാവൽ വീഡിയോ വ്ളോഗാണിത്. നിങ്ങൾക്കറിയാമല്ലോ മലേഷ്യ ഒരു ടൂറിസ്റ്റ് രാജ്യമാണെന്ന്. ഇന്ത്യക്കാർക്ക് ഇപ്പോൾ മലേഷ്യയിലേക്കുള്ള വിസയും ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി മലേഷ്യ പോയി കണ്ടിട്ട് വരാം. ഞങ്ങളെങ്ങനെ മലേഷ്യ പോയി, ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തു, ടോട്ടൽ എത്ര ബഡ്ജറ്റായി എന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം. ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബഡ്ജറ്റ് ടൂർ പാക്കേജ് എടുത്തിട്ടാണ് മലേഷ്യയിലേക്ക് പറഞ്ഞത്. ടൂർ പാക്കേജ് എടുക്കാണ്ട് തന്നെ മലേഷ്യയിലേക്ക് സ്വന്തം റിസ്കിൽ പോകുന്നവരും ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് മലേഷ്യ, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൂർ പ്ലാൻ ഒരു ട്രാവൽ ഏജൻസിക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ A to Z കാര്യങ്ങൾ അവർ തന്നെ നോക്കിക്കോളും. അതല്ല, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ സ്വന്തമായി നിങ്ങൾക്ക് മലേഷ്യയിലേക്ക് പോകാം. എന്നാൽ പാക്കേജ് എടുക്കാതെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പൈസ കുറച്ചുകൂടെ സേവ് ചെയ്യാൻ പറ്റും. ഞാൻ പോയ ടൂർ ഏജൻസിയുടെ ഡീറ്റെയിൽസ് സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം. പാക്കേജ് എടുത്ത് പോയിട്ടും മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസസും ഞങ്ങൾ കവർ ചെയ്തിരുന്നു. പെട്രോണാസ് ട്വിൻ ടവേഴ്സ്, പുത്രജയ, KL ടവർ, KL ബേർഡ് പാർക്ക്, ജെൻറ്റിൻ ഹൈലാൻഡ്സ്, ചിൻസി ടെമ്പിൾ, വാട്ടു കേവ്സ്, മലേഷ്യയിലെ തന്നെ ഫേമസ് ഫുഡ് സ്ട്രീറ്റായ ബുക്കിറ്റ് ബിങ്താങ്, ഇതൊക്കെയാണ് ഞങ്ങൾ കവർ ചെയ്ത പ്രധാന സ്ഥലങ്ങൾ. കൂടാതെ കുലാലംപൂർ സിറ്റി ടൂറും കുറച്ച് ഫോട്ടോ സ്റ്റോപ്പുകളും ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മലേഷ്യയിലേക്ക് ഇപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ് പറക്കുന്ന വിമാനമാണ് എയർ ഏഷ്യ. സ്കൈ സ്കാനർ എന്ന സൈറ്റിൽ മലേഷ്യയിലേക്കുള്ള ടിക്കറ്റ് മിക്ക സമയങ്ങളിലും അഫോർഡബിൾ ആണ്. ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിൽ 4 മണിക്കൂറാണ് മലേഷ്യയിലേക്കുള്ള ഫ്ലൈയിങ് ടൈം. നിലവിൽ ട്രിവാൻഡ്രത്ത് നിന്നും കൊച്ചിയിൽ നിന്നുമാണ് കൂടുതലായി എയർ ഏഷ്യ മലേഷ്യയിലേക്ക് സർവീസ് നടത്തുന്നത്. ഇന്ത്യൻ സമയം രാത്രി 1:50 പുറപ്പെട്ട വിമാനം മലേഷ്യയിലെ 6:20 ലാൻഡ് ചെയ്യുന്നത്. സമയത്തിൻ്റെ കാര്യത്തിൽ 2.5 മണിക്കൂർ മുന്നിലോട്ടാണ് മലേഷ്യ. എയർ ഏഷ്യയുടെ വിമാനങ്ങൾ മാത്രം ലാൻഡ് ചെയ്യാൻ അനുമതിയുള്ള റൺവേയിലേക്കാണ് ഈ വിമാനം ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നത്. കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എയർ ഏഷ്യയ്ക്ക് മാത്രമായിട്ട് തന്നെ ഒരു റൺവേയും ടെർമിനലും ഉണ്ട്. ക്ലിയ 2 എന്നാണ് അതിൻ്റെ പേര്. അതായത് ഈ എയർ ഏഷ്യയുടെ ഹബ്ബ് തന്നെയാണ് ക്ലിയ 2. ക്ലിയ 2 എവിടെ നോക്കിയാലും എയർ ഏഷ്യ കിടക്കുന്നത് കാണാം. എയർ ഏഷ്യ ഒരു ലോ കോസ്റ്റ് എയർലൈൻ ആയതുകൊണ്ടും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സർവീസ് നടത്തുന്നതുകൊണ്ടും ക്രമേണ ടൂറിസ്റ്റുകളുടെ വരവും മലേഷ്യയിലേക്ക് കൂടി. പിന്നീട് എയർ ഏഷ്യയുടെ ഒരു ഹബ്ബായി മാറി ഈ എയർപോർട്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ 14 ജില്ലകൾ ഉള്ളതുപോലെയാണ് ഈ മലേഷ്യയിലും 13 സ്റ്റേറ്റുകൾ ഉള്ളത്. അതിൽ സെപ്പാങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഈ എയർപോർട്ടിൻ്റെ സ്ഥാനം. ഏതാണ്ട് 4.5 വർഷം കൊണ്ടാണ് ഈ എയർപോർട്ട് പൂർണ്ണമായും നിർമ്മിച്ചത്. 1998 ജൂൺ 27 ഈ എയർപോർട്ട് പ്രവർത്തനം ആരംഭിച്ചത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ 1ാം സ്ഥാനത്താണ് ഇന്ന് കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. വിമാനത്തിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങി. ഇതാണ് എയർ ഏഷ്യയുടെ ടെർമിനലായ ക്ലിയ 2. ഇനിയുള്ളത് എമിഗ്രേഷൻ ചെക്കിംഗ് ആണ്. അവിടേക്കാണ് ആദ്യം പോകാൻ. ഒരു 10 മിനിറ്റെങ്കിലും നടക്കേണ്ടതുണ്ട് എമിഗ്രേഷൻ കൗണ്ടറിലേക്ക്. ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നും രാത്രിയാണ് എയർ ഏഷ്യ മലേഷ്യയിലേക്ക് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അറൈവൽസ് കൂടുതലായതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നല്ല തിരക്കായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി എയർപോർട്ടിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എമിഗ്രേഷൻ ക്ലിയറൻസ് ആണ്. ഇതാണ് എമിഗ്രേഷൻ കൗണ്ടർ. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല തിരക്കാണ്. നിർഭാഗ്യവശാൽ ഫ്ലൈറ്റിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിയത് ഞങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ എമിഗ്രേഷൻ കൗണ്ടറിലും ഏറ്റവും അവസാനം നിൽക്കേണ്ടി വന്നു. കുറച്ചു നേരം ക്യൂ നിൽക്കേണ്ടി വന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ എമിഗ്രേഷൻ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിരുന്നു. എമിഗ്രേഷൻ കഴിഞ്ഞാൽ ഉടൻ ചെറിയൊരു സെക്യൂരിറ്റി സ്ക്രീനിങ് ഉണ്ടായിരിക്കും. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ടിറങ്ങാം. നാട്ടിലെ സിമ്മ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തന്നെ ഒരു സിമ്മ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. മലേഷ്യയിലെ എയർപോർട്ടിൽ നിന്ന് സിം എടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം മലേഷ്യയിലെ എയർപോർട്ടിൽ സിമ്മ് നല്ല കത്തിയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിൽ മലേഷ്യയിലെ സിം സെല്ല് ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്ന് സിം എടുത്തിട്ട് അത് മലേഷ്യയിൽ എത്തുമ്പോൾ ആക്റ്റീവ് ആകും എന്ന് പ്രതീക്ഷിച്ചാൽ അത് കോമഡി ആവും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി കിട്ടി. ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് സിം എടുത്തത്. അത് മലേഷ്യയിൽ ലാൻഡ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആകുമെന്നും പറഞ്ഞിരുന്നു. പിന്നീട് ആ സിം ആക്റ്റീവ് ആകാൻ 1 ദിവസം എടുത്തു. അതുകൊണ്ട് ഇത് രണ്ടും ചെയ്യാൻ നിൽക്കാതെ എയർപോർട്ടിന് പുറത്തിറങ്ങിയിട്ട് 7-Eleven സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ഒരു സിം എടുക്കുന്നതായിരിക്കും നല്ലത്. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ എയർപോർട്ടിലെ ഫ്രീ വൈഫൈ യൂസ് ചെയ്യാം. എയർപോർട്ടിന് പുറത്ത് 5 മിനിറ്റ് വെയിറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഗൈഡ് വന്നു. ആദ്യം പോകുന്നത് പുത്രജയ എന്ന സ്ഥലത്തേക്കാണ്. മലേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് കോലാലംപൂർ. എയർപോർട്ടിൽ നിന്ന് 52 കിലോമീറ്റർ അകലെയാണ് കോലാലംപൂർ. കോലാലംപൂരിൽ നിന്ന് 31 കിലോമീറ്റർ അകലെയാണ് പുത്രജയ സ്ഥിതി ചെയ്യുന്നത്. തമിഴ് വംശജനായ പ്രേമാണ് ആദ്യ ദിവസത്തിലെ ഞങ്ങളുടെ ഡ്രൈവറും ഗൈഡും. 110 സ്പീഡിലാണ് പ്രേം ഈ കാർ ഓട്ടിക്കുന്നത്. മലേഷ്യയിലെ ഈ റോഡുകളുടെ സ്പീഡ് ലിമിറ്റ് 110-120 ഒക്കെയാണ്. 1998 ശേഷം വളരെ പെട്ടെന്ന് വികസനം നടന്ന ഒരു രാജ്യമാണ് മലേഷ്യ. അതുകൊണ്ട് തന്നെ ആ വളർച്ച ഇന്ന് മലേഷ്യയിൽ എവിടെയും കാണാം. ഏഷ്യൻ രാജ്യങ്ങളിൽ വനസമ്പത്ത് ഏറെ ഉള്ളത് മലേഷ്യയ്ക്കാണ്. വനങ്ങൾ നശിപ്പിക്കാതെ തന്നെ അത് കൂടുതൽ ഉപയോഗപ്പെടുത്താറുണ്ട് ഇവിടുത്തുകാർ. ഒരു ഇസ്ലാം മത ഭൂരിപക്ഷ രാജ്യമാണ് മലേഷ്യ. ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ 61% മുസ്ലിങ്ങളാണ്.
19% ബുദ്ധമതക്കാരും ബാക്കിയുള്ള 9% ക്രിസ്ത്യൻസും 7% ഹിന്ദുക്കളുമാണ്. എന്നാൽ മലേഷ്യൻ വംശജർ കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും അധികമുള്ളത് ഇന്ത്യക്കാരും ചൈനക്കാരുമാണ്. ഇന്ത്യക്കാരിൽ തന്നെ ഏറ്റവും അധികമുള്ളത് തമിഴരാണ്. ഇന്ന് ലോകത്തിൽ ഉയർന്ന തോതിൽ പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മലേഷ്യയിലാണ്. മലേഷ്യയിൽ എവിടെയും എണ്ണപ്പനത്തോട്ടങ്ങൾ കാണാം. മലേഷ്യയുടെ വളർച്ചയ്ക്ക് ഇത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ചൈനക്കാരാണ് മലേഷ്യയെ വാണിജ്യപരമായി വളർത്തിയ അഗ്രഗണ്യർ. കാർ ഒരുപാട് ദൂരം ഓടി പുത്രജയയിലേക്ക് അടുക്കുകയാണിപ്പോൾ. പുത്രജയയിലേക്ക് കടക്കുന്ന വഴികളിലും പച്ചപ്പാണ്. മലേഷ്യയുടെ ഭരണസിരാ കേന്ദ്രം ഇരിക്കുന്നത് പുത്രജയയിലാണ്. ഈ കാണുന്നതാണ് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ്. തൊട്ടടുത്ത് തന്നെ പിങ്ക് മോസ്ക് എന്നറിയപ്പെടുന്ന ഒരു പള്ളിയുമുണ്ട്. ഇതാണ് ആ പള്ളി. മലേഷ്യയിലെ തന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് പുത്രജയയിലെ ഈ പിങ്ക് മോസ്ക്. ഞങ്ങളുടെ ടൂർ സ്റ്റാർട്ട് ചെയ്തത് പുത്രജയയിൽ നിന്നാണ്. ഇതാണ് പിങ്ക് മോസ്കിനുള്ളിലേക്കുള്ള കവാടം. കവാടത്തിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. പള്ളിയിൽ നിന്ന് കുറച്ചകലെയായി പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും കാണാം. പള്ളിക്ക് സമീപത്തായി കാണുന്ന ഈ തടാകം പൂർണ്ണമായി മനുഷ്യനിർമ്മിതമാണ്. പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കാൽമുട്ട് മറഞ്ഞിട്ടുള്ള വസ്ത്രം ധരിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ അതിവിടുന്ന് വാങ്ങി ധരിക്കുന്നു. എന്നാൽ ചിലരത് പള്ളിയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ധരിക്കുന്നു. പള്ളി സന്ദർശിച്ചിട്ട് തിരികെ വരുന്നവരെയും കാണാം. ഞങ്ങളും പള്ളിയിലേക്ക് കയറുവാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ ഈ പള്ളി വളരെ ചെറുതായി തോന്നുമെങ്കിലും അകക്കാഴ്ച വളരെ വലുതാണ്. ഈ പള്ളിക്ക് പുത്രജയ എന്ന പേര് വന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ ഇവരോട് ചോദിച്ചു. From Malay language called Putra means prince, son of a king. But I think we share the same with Sanskrit, right? Sanskrit also means prince.
the chant, right? So the name of this mosque came from our first Prime Minister, Tun Abdurrahman Putra Al-Haj. So മലയ് ഭാഷയിൽ പുത്ര എന്നാൽ രാജകുമാരൻ എന്നാണ്. മലേഷ്യയിലെ ആദ്യത്തെ പ്രസിഡന്റിന്റെ പേര് അബ്ദുൽ റഹ്മാൻ പുത്ര അൽ ഹാജ് എന്നായിരുന്നു. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ പള്ളിക്ക് പുത്ര എന്നുള്ള പേര് വന്നത്. Allah is not Arabic for God. This is another thing people mistakenly use. When you ask them, what's the God of the Muslim? It's Allah, God. ഞങ്ങൾ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി. ഇന്നൊരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. 1 മണിക്കൂറായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ അനുവദിച്ച സമയം. ഇപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കാറിൽ കയറി. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല യാത്രാക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇനി പോകുന്നത് ഹോട്ടലിലേക്കാണ്. ഇടയ്ക്കൊരു സ്ഥലത്തിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു. കോലാലംപൂരിലാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഉത്തരജയിൽ നിന്ന് അരമണിക്കൂർ യാത്രയുണ്ട് കോലാലംപൂരിലേക്ക്. കാറ് നല്ല സ്പീഡിലാണ് പോകുന്നത്, എങ്കിലും വേഗത്തിൽ പോകുന്നതായിട്ട് അറിയുന്നില്ല. അതിനു കാരണം ഇവിടുത്തെ റോഡുകൾ തന്നെയാണ്. റോഡ് ഗതാഗതം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ മലേഷ്യ മുന്നിലാണ്. ഇനി പുത്രജയിൽ നിന്ന് കോലാലംപൂരിലേക്ക്. ഇതാണ് കോലാലംപൂരിലെ ജലാൻ മസ്ജിദ് റോഡ്. KL സിറ്റി സെൻറ്ററിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ മെട്രോ സ്റ്റാർ ജലാൻ മസ്ജിദ് റോഡിലാണ്. മലേഷ്യയിൽ ഞങ്ങൾ 4 ദിവസം താമസിച്ചത് മെട്രോ സ്റ്റാറിലായിരുന്നു. കൂടുതലും ഇന്ത്യക്കാരാണ് മെട്രോ സ്റ്റാറിൽ റൂം ബുക്ക് ചെയ്യാറുള്ളത്. അതിന് കാരണമുണ്ട്. കോലാലംപൂരിലെ ഈ സ്ഥലത്തിൻ്റെ പേര് മസ്ജിദ് ഇന്ത്യ റോഡ് എന്നാണ്. കൂടാതെ മലയാളികളുടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഞങ്ങളിവിടെ കണ്ടിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക ടൂർ കമ്പനികളും ഹോട്ടൽ ബുക്കിങ്ങിനായി മെട്രോ സ്റ്റാർ തിരഞ്ഞെടുക്കുന്നുണ്ട്. മുമ്പ് ഈ ഹോട്ടൽ വേറൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിപ്പുറമായിട്ടാണ് മെട്രോ സ്റ്റാർ എന്നുള്ള പേരിൽ 3 സ്റ്റാർ ഹോട്ടലായി ഈ ഹോട്ടൽ മാറിയത്. ഞങ്ങൾക്ക് മെട്രോ സ്റ്റാറിലെ താമസവും സർവീസും ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ ഈ ഹോട്ടലിനെ കുറിച്ച് ഇത്രയും പറയാനുള്ള കാരണം, ഒരു 3 സ്റ്റാർ ചെറിയ ഹോട്ടലായിരുന്നിട്ട് പോലും 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഫെസിലിറ്റീസാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത് ഒരു ഗുഡ് ചോയ്സ് ആയിരിക്കും. ഈ കാണുന്ന മിക്ക റൂമുകളിലും മലയാളികളാണ് താമസിക്കുന്നത്. ഞങ്ങളൊരു രാത്രി ഈ ഹോട്ടലിൽ നിന്ന് നടന്ന് KL ട്വിൻ ടവർ പോയി കണ്ടിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂം. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്നും പുറത്തിറങ്ങി. ഇപ്പോൾ ഇവിടുത്തെ 7 മണിയായി. ഡ്രൈവറെ കാത്ത് നിൽക്കുവാണ് ഞങ്ങൾ. ആൾ പറഞ്ഞ സമയത്ത് തന്നെ വന്നിരുന്നു. മലേഷ്യയിലെ നൈറ്റ് ലൈഫ് കാണാനാണ് ഇനി പോകുന്നത്. മലേഷ്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റും ഷോപ്പിംഗ് കേന്ദ്രവും ഉൾക്കൊള്ളുന്ന ബുക്കിറ്റ് ബിന്താങ്ങിലാണ് ഞങ്ങളിപ്പോൾ. ബുക്കിറ്റ് ബിന്താങ്ങിലെ ഒരു ഏരിയ മൊത്തം ഫുഡിൻ്റെ സ്ട്രീറ്റാണ്. എന്നാൽ മറുഭാഗത്താകട്ടെ 700-ലധികം കടകൾ പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കേന്ദ്രവും. ബുക്കിറ്റ് ബിന്താങ്ങിലെ ഈ ഫുഡ് സ്ട്രീറ്റിൻ്റെ പേര് ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റ് എന്നാണ്. ഈ ഭാഗത്തെ ചെറുതും വലുതുമായ ഇടവഴികളിൽ ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റ് കാണാൻ കഴിയും. വ്യത്യസ്തമായ രുചികളും നമ്മളിതുവരെ കാണാത്ത ഭക്ഷണങ്ങളും അത് കുക്ക് ചെയ്യുന്ന രീതികളും ഇവിടെ കാണാൻ കഴിയും. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നതും. രാത്രി മാത്രം സജീവമാകുന്ന ഈ ഫുഡ് സ്ട്രീറ്റ് കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കാണ്. മലേഷ്യയിലേക്ക് വരുന്ന സഞ്ചാരികളുടെ മസ്റ്റ് വിസിറ്റ് സ്ഥലങ്ങളിലൊന്നാണ് ബുക്കിറ്റ് ബിന്താങ്ങിലെ ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റ്.
സഞ്ചാരികൾ പുലരുവോളം ഇവിടെ സമയം ചെലവഴിക്കുന്നു. വ്യത്യസ്ത തരം ഭക്ഷണ വിഭവങ്ങൾ അവർ രുചിച്ചറിയുന്നു. സഞ്ചാരികൾക്ക് എന്തു വേണമെങ്കിലും ഭക്ഷിക്കാം. തവള മുതൽ മുതല വരെ എല്ലാം ഇവിടെ സുലഭം. എന്തുകൊണ്ടോ ഞങ്ങൾക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. ഒരു മലയാളിയായ ഞാൻ നാട്ടിലെന്തോ ഇതൊന്നും കഴിച്ച് ശീലിക്കാത്തതുകൊണ്ടാവാം, അതോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടോ ആവാം. എന്തുതന്നെയായാലും ജലാൻ അനോർ ഒരു അനുഭവമായിരുന്നു. ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് നടന്നു. ഈ കാണുന്നത് മലേഷ്യയിൽ പലയിടങ്ങളിലായി ജോലി ചെയ്യുന്നവരുടെ താമസ ഇടങ്ങളാണ്. മലേഷ്യയിലെ അമ്പരചുംബികളുടെ ഇടയിൽ ഇങ്ങനെയുള്ള കെട്ടിടങ്ങളും കാണാം. അങ്ങ് അകലെ കാണുന്നതാണ് പെട്രോനാസ് ഇരട്ട ഗോപുരങ്ങൾ. സിറ്റിയുടെ ഭ്രാന്ത പ്രദേശത്താണ് രാത്രി ഏറെ വൈകിയും ഞങ്ങൾ നടക്കുന്നത്. നഗരത്തിൻ്റെ ചില ഉൾവഴികളിലൂടെയും ഞങ്ങൾ നടന്നു. ചില സ്ഥലങ്ങൾ വൃത്തിഹീനമാണ്, എന്നാൽ ചില സ്ഥലങ്ങൾ മൂകവും പേടി തോന്നിപ്പിക്കുന്നതുമായിരുന്നു. ഞാൻ എന്തായാലും ആ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞങ്ങൾ ഈ നടക്കുന്നത് പെട്രോനാസ് ട്വിൻ ടവർ കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ 1.5 കിലോമീറ്റർ ഞങ്ങൾ നടന്നു കഴിഞ്ഞു. അങ്ങ് ദൂരത്തായി പെട്രോനാസ് ട്വിൻ ടവേഴ്സ്. കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും ഞങ്ങൾ പെട്രോനാസ് ട്വിൻ ടവേഴ്സിൻ്റെ അടുത്തേക്ക് എത്തി. ഈ പെട്രോനാസ് ട്വിൻ ടവേഴ്സ് ദൂരെ നിന്ന് കാണാനാണ് ഭംഗി എന്നാണ് എനിക്ക് അടുത്ത് വന്നപ്പോൾ തോന്നിയത്. മലേഷ്യയിലെ കോലാലംപൂരിലുള്ള പെട്രോനാസ് ഇരട്ട ഗോപുരങ്ങൾ 88 നിലകൾ വീതമുള്ള മലേഷ്യയിലെ രണ്ടാമത്തെ അമ്പരചുംബികൾ. 1998 ഇരട്ട ഗോപുരങ്ങളുടെ നിർമ്മാണം പൂർത്തിയായത്. 1999 ഓഗസ്റ്റ് 31 ഇരട്ട ഗോപുരങ്ങൾ കോലാലംപൂരിൻ്റെ ആകാശം തൊട്ടു. പിന്നീട് 1999 മുതൽ 2004 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങൾ എന്ന ബഹുമതി ഈ ഇരട്ട ഗോപുരങ്ങൾക്കായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ബുർജ് ഖലീഫയാണല്ലോ. ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ ഇന്ന് 2ാം സ്ഥാനം നിൽക്കുന്നത് മെർഡേക്ക 118 ആണ്. ഈ മെർഡേക്ക 118ഉം മലേഷ്യയിലെ കോലാലംപൂരിലാണ്. അവിടേക്കും ഞങ്ങൾ പോയിരുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽ ആയി പിന്നെ ചെയ്യാം. ബുക്കിറ്റ് ബിന്താങ്ങിലെ ഫുഡ് സ്ട്രീറ്റ് കണ്ടിട്ട് ഡ്രൈവർ ഞങ്ങളെ തിരികെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തിരുന്നു. പിന്നീട് ട്വിൻ ടവർ അടുത്താണെന്ന് അറിഞ്ഞപ്പോൾ രാത്രി നടന്നാണ് അവിടേക്ക് പോയത്. ട്വിൻ ടവർ കണ്ടിട്ട് തിരികെ റൂമിലേക്ക് നടക്കുവാണ് ഞങ്ങളിപ്പോൾ. ഇന്ത്യക്കാരുടെ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥാപനങ്ങളൊക്കെ. ഹോട്ടലിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. രാത്രി ഏറെ വൈകിയ സമയമാണിപ്പോൾ. കോലാലംപൂരിൻ്റെ തിരക്കേറിയ നഗരം ഉറങ്ങുന്നു. ഈ നിമിഷം നഗരത്തിൻ്റെ നടുവിൽ ഞാനും എൻ്റെ കൂട്ടുകാരനും മാത്രമായിരുന്നു. ഞങ്ങളുടെ ഹോട്ടലെത്തി. സമയമിപ്പോൾ പുലർച്ചയോട് അടുത്തിരിക്കുന്നു. ഞങ്ങളുടെ ടൂറിൻ്റെ ആദ്യ ദിവസമായിരുന്നു ഇന്ന്. ജീവിതത്തിൽ ആദ്യമായി വേറൊരു രാജ്യത്തിൻ്റെ കാഴ്ചകൾ കണ്ടത് ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് മറക്കാനാവാത്ത അനുഭവമാണ് മലേഷ്യ ഞങ്ങൾക്ക് തന്നത്. ആ ഓർമ്മകൾ ഓർത്ത് ഞങ്ങളും അന്നുറങ്ങി.